ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 89 ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. ഭൃംഗം കില സരസ്വതീ നികിടവാസിന സത്താവസാഹാം ത്രിമൂർത്തിഷു സമാദിശനദിയ സത്വതാം വേദിതം അയം പുനരനാദരാദി ഉദിത രുദ്ധരോഷേ വിധൗ ഹരേ വിജ ജിഹിംസിഷൗ ഗിരിജയാദൃതേ ത്വാം അകാൻ. അന്വയം അർത്ഥം. സരസ്വതീ നികിടവാസിനഃ, സരസ്വതീ നദീതീരത്തിങ്കിൽ വസിക്കുന്ന താപസാക, താപസന്മാർ, ത്രിമൂർത്തിഷു, ത്രിമൂർത്തികളിൽ ആർക്കാണ് അധിക സത്വതാം, കൂടുതൽ സത്വഗുണങ്ങളുള്ളത് എന്ന് വേദിതും അറിയുന്നതിന് വേണ്ടി ഭൃഗു മഹർഷിയെ സമാദിശൻ കില പറഞ്ഞയച്ചു. അയം ഈ മുനി പിന്നീട് അനാദരാൻ ആദരിക്കാത്തതിനാൽ വിധൗ ബ്രഹ്മാവ് ഉദിത രുദ്ധരോഷേ വർദ്ധിച്ച കോപത്താൽ ഹരേ അഭിച്ച ശിവനെയും ജിഹിംസിഷൗ കൊല്ലാനാശ മുതിർന്നപ്പോൾ ഗിരിജയ പാർവതിയാൽ ധൃതേ തടഞ്ഞപ്പോൾ ത്വാം അങ്ങയെ അകാൻ പ്രാപിച്ചു. ഹരിവോ. സാരം: സരസ്വതീ നദിയുടെ തീരത്ത് വസിക്കുന്ന ഋഷിമാർ ത്രിമൂർത്തികളിൽ സാത്വികവും ആത്മീയവുമായ ഗുണങ്ങൾ ഏറെയുള്ളത് ആർക്കാണെന്നറിയാൻ ഭൃഗുമുനിയെ പറഞ്ഞയച്ചു. ഭൃഗു ആദ്യം സത്യലോകത്ത് ചെന്ന് ബ്രഹ്മാവിനെ കണ്ട് ബ്രഹ്മാവിനെ വന്ദിച്ചില്ല. ബ്രഹ്മാവ് കോപിച്ചു. പക്ഷെ അല്പസമയം കൊണ്ട് ക്ഷമിച്ചു. ഭൃഗുമുനി അടുത്തതായി കൈലാസത്തിൽ ചെന്ന് ശിവനെ കണ്ടു. ശിവൻ സഹോദര നിർവിശേഷമായ സ്നേഹത്തോടുകൂടി ഭൃഗുവിനെ ആശ്ലേഷിക്കാൻ തുടങ്ങി. ഭൃഗു അത് തട്ടിമാറ്റി. ശിവൻ ശൂലം കൊണ്ട് ഭൃഗുവിനെ കൊല്ലാൻ തുടങ്ങി. പാർവതി തടഞ്ഞു. പിന്നീട് ഭൃഗു മഹർഷി വൈകുണ്ഠത്തിലെത്തി. ഹരിവും. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. സുപ്തം രമാംഗഭുവി പങ്കജലോചനം ത്വാം വിപ്രേ വിനിഘ്നതി പദേന മുദോദിതത്വം സർവം ക്ഷമസ്യ മുനിവര ഭവേത് സദാ മേ ത്വത്പാദചിഹ്നമിഹ ഭൂഷണമിത്യവാദി. അന്വയം അർത്ഥം. രമാംഗഭുവി, ലക്ഷ്മീദേവിയുടെ മടിയിൽ സുപ്തം ഉറങ്ങിക്കിടക്കുന്നവനും പങ്കജലോചനമായ ത്വാം അങ്ങയെ വിപ്രേ ബ്രഹ്മർഷിയായ ഭൃഗു പദേന കാലുകൊണ്ട് വിനിഘ്നതി ചവിട്ടിയപ്പോൾ ത്വം അവിടുന്ന് മുദാ സന്തോഷത്തോടുകൂടി ഉദിത എഴുന്നേറ്റ് മുനിവരിയ മുനിശ്രേഷ്ഠ സർവം എല്ലാം ക്ഷമസ്വ ക്ഷമിച്ചാലും സ്വത്പാദചിഹ്നം അങ്ങയുടെ കാല് പതിഞ്ഞ പാടെ മേ എനിക്ക് ഇഹ ഇവിടെ സദാ എല്ലായ്പ്പോഴും ഭൂഷണം അലങ്കാരമായി ഭവിക്കണം. ഇത് എന്നിപ്രകാരം അവാദി പറഞ്ഞു. ഹരിവു. സാരം: ഭൃഗു മഹർഷി വൈകുണ്ഠത്തിൽ ചെന്ന് ലക്ഷ്മീദേവിയുടെ മടിയിൽ ഉറങ്ങിക്കിടന്ന വിഷ്ണുവിന്റെ മാറിൽ ആഞ്ഞു ചവിട്ടി. വിഷ്ണു ക്ഷമ ചോദിച്ചു. ആസനം കൊടുത്തു. ഭൃഗുവിന്റെ പാദപ്രഹരം കൊണ്ടുണ്ടായ അടയാളം തനിക്ക് എന്നുമെന്നും അലങ്കാരമായി തീരണമെന്ന് അഭ്യർത്ഥിച്ചു.
മേൽക്കുമേൽ തെറ്റു കൂടുതൽ ചെയ്ത ഭൃഗുവിനോട് ത്രിമൂർത്തികളിൽ വിഷ്ണുവിന്റെ പെരുമാറ്റമായി